ഇന്ന് നമുക്ക് ഗോതമ്പ് കാച്ചിയത് തയ്യാറാക്കിയെടുക്കാം. മലബാർ സൈഡിൽ ഇഫ്താറിന് സെർവ് ചെയ്യുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഗോതമ്പൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതാണ്. 1 കപ്പ് ഗോതമ്പ് എടുക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം തേങ്ങ ചിരകിയത് കൂടി എടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഗോതമ്പും തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തൊന്ന് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് അല്പം വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം. നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ലൂസായിട്ടാണ് നമുക്കിതിരിക്കേണ്ടത്. ഇത് പെട്ടെന്ന് തന്നെ അടുപ്പിൽ വെക്കുമ്പോൾ തിക്കായി മാറും. അതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഗോതമ്പ് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ അല്പം തിക്കായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇതും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് നല്ലവണ്ണം തിളച്ച് വരണം. തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് കാച്ചിയത് നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി സവാളയും കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള ഒന്നങ്ങ് നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് റൈസിൻസ് കൂടി ആഡ് ചെയ്യാം. ഇതും ചേർത്ത് വീണ്ടും ഒന്ന് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് ഡ്രിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഫ്താറിന് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.